നമുക്ക് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായ മെൽവി ജോയ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ബെസ്റ്റ് എന്താ പറയുക. ഐ വാസ് ഈഗർലി വെയിറ്റിംഗ് ടു ഗെറ്റ് എ ഇന്റർവ്യൂ ഓഫ് യുവേഴ്സ്. അതായത് മിന്നൽ മുരളി തൊട്ട് ഐ വാസ് നോട്ടീസിങ്. മിന്നൽ മുരളി തൊട്ട് ആ ഒരു സൂപ്പർ ഹീറോയുടെ ഔട്ട്ഫിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് ഫോർ യു. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നിങ്ങൾ ഏത് മൂവിയായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മൂവിയും ചലഞ്ചിങ് ആണ്. നമുക്കിപ്പോൾ ഓരോ പടങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഇൻഡെപ്തിൽ അതിന്റെ കഥാപാത്രങ്ങൾ പഠിക്കണം. ഈ പറഞ്ഞ ഒരു സൂപ്പർ ഫിക്ഷൻ മൂവീസ് ഒക്കെ വരുന്ന സമയത്ത് ഇച്ചിരി കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഓഡിയൻസിനെ കണക്ട് ആവണം. ഇത് നമ്മൾ ഒരു 3 കോടി ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയുന്ന മലയാളം ഫിലിമായിട്ട് പറയുന്നതാണ്. ബട്ട് യൂണിവേഴ്സലി കണക്ട് ആവുകയും വേണം എന്നുള്ളൊരു ചാൻസസ് ഉണ്ട്. എന്നാലും ചത്തപ്പച്ചയിലൊക്കെ ഉള്ള റെസ്ലിംഗ് ആ ഒരു അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നല്ലോ. ഡെഫിനറ്റ്ലി എല്ലാം ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇങ്ങനത്തെ പടങ്ങൾ വർക്ക് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. കുറച്ചും കൂടി റിയലിസ്റ്റിക് മൂവീസ് ഇപ്പോൾ എന്റെ കരിയറിൽ തന്നെ നൻപകൽ നേരത്തെ മയക്കം, കെട്ടിയോളാന്റെ മാലാക എന്ന് പറയുന്ന മൂവീസ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക്. അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ആ കാലഘട്ടത്തിൽ എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. ബിക്കോസ് ഡള്ളിങ്, ഏജിങ്, ക്യാരക്ടറിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് പഠിക്കണം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ആണ്, ഫാഷൻ നമ്മൾ പഠിച്ചത് എന്താണോ അതിനെ ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് ഫാന്റസീസ് അത് കുറച്ച് യൂണിവേഴ്സലി നമ്മുടെ എല്ലാ ഓഡിയൻസിനെ കണക്ട് ആവുന്ന രീതിയിൽ ആണ് നമ്മൾ ബാക്കി തുടങ്ങി. ഈവൻ ചത്താപ്പച്ച ആക്ച്വലി അതിനകത്തെല്ലാം മലയാളിഫൈ ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ്. തൃശ്ശൂർ പൂരം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ അർജുന സാറിന്റെ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നത്. അതിനയുടെ എലമെന്റും ബട്ട് ഷോൺ മൈക്കിളിന്റെ റെഫറൻസ് ആണ്. ഡിസൈനിനകത്ത് അങ്ങനെ ചെറിയ കുട്ടികൾക്ക് നമ്മള് ചെറുപ്പം തൊട്ടിട്ട് അതിന്റെ ഒരു ബിഗ് ഫാൻ ആയതുകൊണ്ട്. വാട്ട് അബൌട്ട് നിർമ്മൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഗ്നേച്ചർ 26? ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കര ഈഗോസ്റ്റിക്കലി കാണാണ് എല്ലാ ഡിസൈനേഴ്സിന്റെയും. ബിക്കോസ് നമ്മൾ 10 years ബാക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സ്പേസ് നമുക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇത് കൺസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. പിന്നെ ഇത് ആക്ച്വലി ഞാനൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഒന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. 8th സ്റ്റാൻഡേർഡിൽ ഞാൻ ടൈലറിങ് പഠിച്ചാണ്. അപ്പോൾ ആ ബാക്കപ്പും കുറച്ച് നമ്മുടെ വിൽ പവറും വെച്ചിട്ടാണ്. ബട്ട് ഇവർക്ക് ഇച്ചിരി കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഷോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. പോളിഷ് ഇവിടെ അടിപൊളിയായിട്ട് നടന്നു റാമ്പിൽ കാണാൻ സാധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട തീം എന്തായിരുന്നു? എല്ലാം ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ബിക്കോസ് എല്ലാം ഭയങ്കര രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാഷൻ എപ്പോഴും ഒരു ആർട്ട് ഫോം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവൻ ക്ലോത്ത് ഇട്ടാൽ പോലും അതൊരു ആർട്ടിസ്റ്റിക് മെത്തേഡിൽ ഇടണം. അപ്പൊ അതിനകത്ത് ഇന്ന് ചൂസ് ചെയ്ത തീംസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറഞ്ഞ മെൽവിയുടെ ഇന്നത്തെ കോസ്റ്റ്യൂം ആളാണ് ഇന്നത്തെ ഷോ സ്റ്റോപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എന്ത് കോസ്റ്റ്യൂമാണ്? ഇത് അങ്ങനെയൊന്നുമില്ല, നമ്മള് ഫ്രീ സ്റ്റൈലായിട്ട് ഇടാം. ഇപ്പൊ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണല്ലോ, ബ്ലാക്ക് ഇടരുതെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ബ്ലാക്ക് ആണ്. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് വന്നപ്പോൾ ഒരു ബാറ്റ്മാൻ എനിക്ക് കിട്ടിയത്. എനിവേ, വാട്ട്സ് മെസ്സേജ് ഒരു ഫാഷൻ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എന്താണ്? 8th സ്റ്റാൻഡേർഡോടെ ഞാൻ പാഷൻ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പാഷൻ അതേപോലെ തന്നെ നമ്മൾ ഡ്രീം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത സിനിമകളായിക്കോട്ടെ, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാൻ പാസ്സായിട്ടില്ല. ഞാൻ PG സ്റ്റുഡൻറ്റ്, ഞാൻ PG മാത്രമാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്. PG പാസ്സായിട്ടില്ല. ബട്ട് സ്റ്റഡീസിനപ്പുറം നമുക്കൊരു ഹൈലി പാഷനേറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ റീച്ച് ആവുന്നുള്ളതിന്റെ എക്സാമ്പിൾ. പാഷൻ ഈസ് ദ ആൻസർ. അതെ, ഡെഫിനറ്റ്ലി. ഇവിടെ നമ്മോടൊപ്പം നിൽക്കുന്നത്. അപ്കമിങ് മൂവീസ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഡിസ്കോ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞു. അത് നവംബർ റിലീസ് ഉണ്ടാവും. പിന്നെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ മൂവി, അതും റിലീസിങ്ങിന് പെൻഡിങ് ഉള്ളത്. ഇപ്പോൾ 2 മൂവി ഓൺ ഗോയിങ് പോകുന്നുണ്ട്. പിന്നെ ഇച്ചിരി എക്സൈറ്റഡ് ആയിട്ട് ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ പടം നെക്സ്റ്റ് മൂവീസ് അതാണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ബിഗ് എംസ് ഓഫ് മലയാളം ഇൻഡസ്ട്രി. ഇനി ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടീനെ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് സജസ്റ്റ് ചെയ്യും? ഡെഫിനറ്റ്ലി പഠിക്കാം. കാരണം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ ഇപ്പോൾ നിഫ്റ്റിലൊക്കെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ട് പോയി നോക്കാൻ. ബട്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങൽ ഭയങ്കര അഫോർഡബിൾ അല്ല നമ്മൾ സാധാരണക്കാരന്. ബട്ട് നിർമ്മല കോളേജ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതേ ക്വാളിറ്റിയിൽ അതേ സ്റ്റാൻഡേർഡിൽ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ കൺസിസ്റ്റിംഗ് ആയിട്ട് 3 years കാണുന്നതും അതാണ്. അതിനകത്ത് ഭയങ്കര ഹാപ്പിയാണ്. വർഷം കഴിഞ്ഞു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടിട്ട് നിർമ്മല കോളേജിനെ കുറിച്ച് അറിയുന്നതാണ്. ചാലക്കുടിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈവൻ നമ്മുടെ റെഫറൻസിലും പഠിക്കാൻ വേണ്ടി വന്ന കോളേജിൽ വന്നൊരു കോളേജാണ്. ചൂസ് ചെയ്ത വേറെ കോളേജാണ്. ഇവിടെ തന്നെ തിരിച്ചെത്താൻ പറ്റിയ മിസ്സിംഗ് ഉണ്ടോ? കൈൻഡ് ഓഫ്. ശരിക്കും ഞാൻ പഠിച്ച കോളേജ് കൂട്ടിപ്പോയി. Anyway, thank you so much and wish you all the best and thanks a lot. Bye.